തിരുവോണ നാളിൽ നമ്മുടെ എനി ടൈം ന്യൂസിൽ പ്രത്യേക പരിപാടികൾ നല്ലോണം നല്ലോണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ്, എ കമ്പനി വെയർ സ്റ്റീൽ ഗെറ്റ് ഷേപ്ഡ്. ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ, ആതുര സേവന രംഗത്ത് മികച്ച സേവനങ്ങളുമായി. റിച്ച് വാല്യൂ കുറീസ് വടക്കാഞ്ചേരി, ചെറിയ നിക്ഷേപത്തിലൂടെ വലിയ സമ്പാദ്യം. റയാൻ ജ്വല്ലറി, കാലം തീർത്ത കനകവിശുദ്ധി. നാരായണ ഹരിവിരോധി ഹിരണ്യദൈത്യ ക്രൂരാന്തക സകല സേവ്യ നൃസിംഹരൂപ മാരാരി ഗൗരി ഗണനായക ശൗര്യയുക്ത വീരാണി മംഗല വിരാജിത സുപ്രഭാതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വീരാണിമംഗലം ക്ഷേത്ര സന്നിധിയിലാണ്. കേരളത്തിൽ തന്നെ എടുത്തു പറയേണ്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വീരാണിമംഗലം ക്ഷേത്രം. ദർശന പുണ്യമെന്ന പ്രോഗ്രാമിലേക്ക് വീരാണിമംഗലം ക്ഷേത്രത്തെ കുറിച്ചും അതിന്റെ ഐതിഹ്യത്തെ കുറിച്ചൊക്കെ നമസ്കാരം. ഞാൻ എൻ്റെ പേര് നീലകണ്ഠൻ. കഴിഞ്ഞ 100ഓളം കൊല്ലമായിട്ട് ഈ പ്രദേശത്തെ അച്ഛനൊക്കെ ആയിട്ട് ക്ഷേത്രത്തിലെ കലാകാരായി. കഴിഞ്ഞ 60 വർഷത്തിലധികമായിട്ട് ഞാൻ ഒരു 30 കൊല്ലം മുമ്പ് വരെ ഞങ്ങൾ കലാകാരായി. ആധികാരികമായി ക്ഷേത്രത്തെ കുറിച്ച് പറയാൻ കൃത്യമായിട്ടുള്ള രേഖകളൊന്നും ദേവസ്വം ബോർഡിലെ കൈവശോ അല്ലെങ്കിൽ ഈ ഭരണസമിതിയുടെ കൈവശോ ഒന്നുമില്ല. ഈ ക്ഷേത്രം പ്രധാനമായും ദേവപ്രശ്നങ്ങൾ നടത്തിയപ്പോൾ കണ്ടെത്തിയത് 1000 പരം വർഷത്തെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് തന്നെ. ഈ നാട്ടുകാരനായിരുന്ന ഒരു സന്യാസി ഹിമാലയത്തിൽ പോയി ദീർഘകാലം അവിടെ തപസ് ചെയ്യുകയും അവിടുന്ന് മടങ്ങിപ്പോരുമ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടിയൊരു ചതുർബാഹു വിഗ്രഹം ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും അതിന് നരസിംഹമൂർത്തി സങ്കല്പം നൽകുകയുമാണ് ചെയ്തത് എന്നാണ് കേൾവി. അത് ഒന്നിൽ കൂടുതൽ ദേവജ്ഞര് പ്രശ്നം വെച്ച് പറഞ്ഞതായതുകൊണ്ട് നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു. ഈ ചരിത്രത്തെ തുടർന്ന് ഈ ക്ഷേത്രം 5 ഊരാള മനകളുടെ കൈവശമായിരുന്നു ഭരണമുണ്ടായിരുന്നത്. ഭൂമിയും വന്നതോടുകൂടി ആ ഭരണമെല്ലാം നഷ്ടമായി, ഭൂമി നഷ്ടമായി. 6000-ൽ പരം കൂടുതൽ നെല്ല് പാട്ടം പിരിയാനുള്ള ഒരു ഭൂമിയായിരുന്നു ഈ ദേവന് സ്വത്തായിട്ടുണ്ടായിരുന്നു. അന്ന് കാലത്ത് വളരെ സമൃദ്ധമായി നടന്നിരുന്ന ക്ഷേത്രമാണ്. ധാരാളം കലാകാരും ഭക്തർ കുറവായിരുന്നെങ്കിലും ക്ഷേത്ര ചടങ്ങുകളെല്ലാം ഒട്ടും മുടക്കം കൂടാതെ നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഭൂനിയമം വന്നതോടുകൂടി ഒറ്റ പൈസ വരുമാനമില്ലാതെ വളരെ പെട്ടെന്ന് ക്ഷേത്രം അധോഗതിയിലേക്ക് പോകുകയാണുണ്ടായി. അന്ന് ഈ നാട്ടുകാരായ കുറച്ചു പേരെ സംഘടിച്ച് നിത്യനിദാനം മുടങ്ങാതിരിക്കാനുള്ള വഴി ആദ്യം നോക്കി. പിന്നീട് അതിനുശേഷം ഇവിടുത്തെ വിശേഷങ്ങൾ, ആണ്ടുവിശേഷങ്ങളും അതല്ലാതെയുള്ള പ്രത്യേക വിശേഷങ്ങളൊക്കെ മുടങ്ങാതെ കൊണ്ടു നടക്കാനുള്ള ശ്രമം തുടങ്ങി. വലിയ മോശമല്ലാത്ത സാമ്പത്തിക ശേഷിയുള്ള ജനസംഖ്യ ആണ് ഇന്ത്യക്കാട് ഗ്രാമത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ച് കമ്മിറ്റിക്ക് ഇതുവരെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. വേണ്ടത്ര സാമ്പത്തിക സഹായം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷെ ദേവസ്വം ബോർഡിന്റെ സ്വത്തവകാശം അവരുടെ പേരിലാണുള്ളത്. കാരണം ഈ ഊരാണ മനക്കാർ മുഴുവൻ അവർ വിട്ടെറിഞ്ഞു കൊടുത്തത് ദേവസ്വം ബോർഡിന്. ദേവസ്വം ബോർഡ് നമുക്ക് 1 രൂപ പോലും സഹായധനം ലഭിക്കുന്നില്ല. അവർ ഇവിടുന്ന് ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. ആ ദേവസ്വം ബോർഡുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എല്ലാ വർഷവും അവര്
ഇവിടുത്തെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യാനാവുന്ന ഉദ്യോഗസ്ഥരായിരിക്കും. അവർ ഓഡിറ്റ് ചെയ്ത് പോകും. ആ ഓഡിറ്റ് ഫീസ് പോലും നമ്മൾ ഇവിടുന്ന് അവർക്ക് നൽകേണ്ടതുണ്ട്. അതിപ്പോൾ കുറച്ചു കാലമായിട്ട് മുടങ്ങിയിരിക്കുന്ന അവിടെ നിർബന്ധിക്കാറുണ്ട്. നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണം കൊണ്ടാണ് ഈ ക്ഷേത്രം ഇപ്പോൾ നടത്തപ്പെടുന്നത്. 1971 ആദ്യമായിട്ട് ഒരു ക്ഷേമ സമിതി എന്ന് പറഞ്ഞാൽ അതിൽ പ്രമുഖ വ്യക്തികളിൽ ഒരാളായിരുന്നു ശ്രീമാൻ സംവിധായകൻ ഭരതന്റെ അച്ഛൻ, ട്രഷററായിട്ട് പരമേശ്വരൻ നായർ. അദ്ദേഹം അതുപോലുള്ള കുറച്ച് മാന്യ വ്യക്തികളും ചേർന്നാണ് ആദ്യത്തെ ക്ഷേത്ര ക്ഷേമ സമിതി രൂപീകരിച്ചു. നിത്യദാനത്തുള്ള വഴി പിരിവെടുക്കാതെ അവരുടെ കയ്യിൽ നിന്ന് തന്നെ സംഭാവന ചെയ്തത് ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നടത്തുകയും ചെയ്തു. മുൻകാലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ വാരം അഥവാ വേദ ചെല്ലൽ എന്ന ചടങ്ങ് വളരെ ഗംഭീരമായിട്ട് ഒരു കൂട്ടത്തിൽ 5 എണ്ണം വെച്ച് നടന്നു. അതിൽ ഒരെണ്ണം മീനമാസ വാരം എന്ന് പറയുന്നത് അമ്പലംകുളിക്ക് വാരം എന്നാണ് പറയുന്നത്. കാരണം ആ കാലത്ത് ഈ നാട്ടുകാർ മുഴുവൻ ഒരാളിൽ ക്ഷണിക്കാതെ തന്നെ 5000-ലധികം ആൾക്കാരൊക്കെ ഈ വാര സദ്യ ഊണ് കഴിക്കാനായിട്ട് രാത്രി എനിക്ക് വന്ന കുട്ടിക്കാലത്ത് ഓർമ്മയിലാണ് രാത്രി 12 മണിക്കായിട്ടാണ് നമുക്ക് പോലും ഭക്ഷണം. അത്ര ദാരിദ്ര്യം ഉണ്ടായതുകൊണ്ടുകൂടി ആവാം, പക്ഷെ അത്ര ഗംഭീരമായിട്ട് അങ്ങനത്തെ 4 വാരങ്ങൾ വേറെ നടത്തിയിരുന്നു. അതുപോലെ തിരുവോണോത്സവം, മണ്ഡലകാലം എന്നൊക്കെ പറയുന്ന നിത്യം ആചാര്യൻ, ശാന്തിക്കാര്, നിത്യം തന്ത്രി, നവകം, പഞ്ചഗവ്യം എല്ലാമായിട്ട് നടത്തിയിരുന്നത് കാലം കുട്ടിക്കാലം. അത് പിന്നീട് എല്ലാം ചടങ്ങുകളൊക്കെ ശോഷിച്ചു വന്നു. അത്തരം ചടങ്ങുകൾ നടത്താൻ നിർത്തിയില്ലാത്ത അവസ്ഥയിലായി. കഴകക്കാരും പലരും ഉദ്യോഗം കിട്ടിയിട്ടൊക്കെ ഒഴിഞ്ഞുപോയി. ഈ പൊതു കുടുംബക്കാർ മാത്രമേ കഴകക്കാരായിട്ട് അവരുള്ളൂ. ശാന്തിക്കാരെ കിട്ടുന്നതും ക്ഷേത്രത്തെ സംബന്ധിച്ചോളം ഈ ക്ഷേത്രത്തിലെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശാന്തിക്കാരും 2-3 കൊല്ലം കൊണ്ട് അവരും മാറിപ്പോകുന്നു. ഇപ്പൊ പാരമ്പര്യം എന്ന് പറയാൻ ഇപ്പോൾ ക്ഷേത്രം മാത്രമേ ഉള്ളൂ അവസ്ഥ. അതിന്റെ തന്നെ നിർമ്മാണം, ഘടന, അതാത് കാലത്ത് പുതുക്കല് ഇതൊക്കെ കമ്മിറ്റി ചെയ്തു വരുന്നുണ്ട്. കഴിഞ്ഞ ക്ഷേത്ര ക്ഷേമ സമിതി ഏറ്റെടുത്തതിന് ശേഷം 25 കൊല്ലക്കാലം കൊണ്ട് ഒരു 2 കോടി രൂപയുടെ ഏകദേശം വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തി. ഇപ്പൊ ഈ കാണുന്ന ക്ഷേത്ര സമുച്ചയം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടാണ്. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പിരിഞ്ഞു പൊളിഞ്ഞ കുറവും ശ്രീകോവില് വരെ നാശമായിട്ടുള്ള കാലമുണ്ടായി. അതൊക്കെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ നാട്ടുകാരുടെ സഹായം കൊണ്ട് പുനർനിർമ്മിക്കുകയും തർക്കമില്ലാത്ത രീതിയിലെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുകയും ചെറിയ രീതിയിലുള്ള സഹായം ഗുരുവായൂർ ദിവസം നമുക്ക് എല്ലാ വർഷവും ലഭിക്കാറുണ്ട്. അതുകൂടി ഉപയോഗിച്ചാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ. ഇപ്പോഴും ഒരു വലിയ ഭക്തൻ നരസിംഹമൂർത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകോവിലായ നരസിംഹമൂർത്തി ശ്രീകോവിൽ ചെമ്പോലനായാണ് ഒരു വലിയ തുക 10 ലക്ഷം രൂപ ഒരു 1-ാം ഘട്ടമായിട്ട് അവർ ഓഫർ ചെയ്തു. അത് വെച്ച് അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. പൂർണ്ണമായും നാട്ടുകാരുടെ ഘോരൂപം നോക്കിപ്പോക്കറ്റു ദൈത്യനരനിമിഷമഹോ. നരനും സിംഹവും ചേർന്ന നരസിംഹമൂർത്തിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ആകാശം മുട്ടി നിൽക്കും നരഹരിഹരിതാനെന്നുറച്ചാഹിരണ്യൻ. ഇവിടുത്തെ ശ്രീ നരസിംഹമൂർത്തി പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒത്ത ചതുർബാഹു പ്രതിഷ്ഠയാണ്. ഹിരണ്യ നിഗ്രഹത്തിനു ശേഷം സ്വാർപ്പണത്തോടെ സ്തുതിച്ചു നിന്ന പ്രഹ്ലാദ ബാലകനിൽ സന്തുഷ്ടനായി തന്റെ യഥാർത്ഥ ശ്രീഹരി വിഷ്ണു രൂപത്തിൽ പ്രത്യക്ഷനായിട്ടുള്ളതാണ് ഇവിടുത്തെ ദേവനെന്നാണ് കരുതപ്പെടുന്നത്. ഹിമഗിരി ശിഖിരത്തിൽ നിന്ന് കുറെ സന്യാസിമാർ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ഇവിടുത്തെ വിഗ്രഹമെന്നും വിശ്വസിക്കുന്നു. നമ്മുടെ വീരാണിമംഗലം ക്ഷേത്രത്തിലെ മഹാദേവന്റെ പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 108 ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ശിവനാണ് ഇവിടെ വീരാണിമംഗലം ശിവക്ഷേത്രം. അത് അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ ദൂര സ്ഥലങ്ങളിൽ നിന്ന് 108 ശിവാലയങ്ങളിൽ തീർത്ഥാടനം നടത്തുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ പല സമയങ്ങളിലായിട്ട് അന്വേഷിച്ച് വരാറുണ്ട്. വീരാണിമംഗലം ക്ഷേത്രത്തിന് മഹാദേവൻ അങ്ങനെ ഒരു പ്രാധാന്യം കൂടി 108 ശിവാലയങ്ങളിൽ ഒന്നെന്നുള്ളൊരു സങ്കല്പം കൂടെ ഉണ്ട്. അതുപോലെ ഇവിടെ നരസിംഹസ്വാമിക്ക് ഒരു വിശേഷത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ സന്താന സൗഭാഗ്യത്തിനൊക്കെ വളരെ വിശേഷമാണ്. നമ്മുടെ ഈ സമീപ കഴിഞ്ഞ ഒരു അഷ്ടമംഗല പറയുകയുണ്ടായി. അതുപോലെ ശിവന്റെ അവിടെ ഈ രോഗദുരിതങ്ങൾ തീരുന്നതിനും ഒക്കെ
ഒക്കെ സ്വയംഭൂ സങ്കല്പമാണ് അവിടെ ശിവന്, സ്വയംഭൂ ചൈതന്യമാണ്. അതുപോലെ ബാലഗണപതി ഈ വിഘ്നങ്ങൾ നിർത്തിയിരുന്നതിനും വിദ്യയ്ക്കും ഒക്കെ നല്ലതായിട്ടുള്ള സ്വരൂപമാണ്. മുട്ടറക്കലിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് അവിടെ ഗണപതി. നരസിംഹസ്വാമിക്ക് ഇതേപോലെ വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിന്, സന്താന ലബ്ധിക്ക് ശേഷമാണ് ഇവിടെ പ്രാർത്ഥന നടത്തി പോയി കഴിഞ്ഞാൽ. തുലാമാസത്തിൽ തിരുവോണത്തിന് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുമ്പോൾ ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ പ്രഹ്ലാദനിൽ എപ്രകാരം ഭഗവാൻ സന്തുഷ്ടനായോ അപ്രകാരം നമ്മിലും വീരാണിയപ്പൻ വരം ചൊരിയുമെന്ന് തീർച്ചയാണ്. നമസ്കാരം, ഞാൻ ഹൈമവതി. എല്ലാവരും എന്നെ കൺചേച്ചിന്ന് വിളിക്കും. ഞാൻ ക്ഷേത്രക്ഷേമ സേവന സമിതിയുടെ പ്രസിഡൻ്റാണ്. എല്ലാ ഗ്രാമത്തിൻ്റെയും ഐശ്വര്യം അവിടുത്തെ അമ്പലങ്ങളാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഐശ്വര്യവും ഈ അമ്പലമാണ്. വീരാണിമംഗല ക്ഷേത്രം വളരെയധികം ശക്തിയുള്ള അതിലെ 3 പ്രധാനപ്പെട്ട ദേവന്മാരുടെ വിഗ്രഹമാണ്, പ്രതിഷ്ഠയുള്ള ഒരമ്പലമാണ്. പ്രധാന പ്രതിഷ്ഠ നരസിംഹമൂർത്തിയാണ്. അതും ഉഗ്രരൂപത്തിലുള്ള നരസിംഹമൂർത്തിയല്ല, വളരെ ശാന്തനായി പ്രഹ്ലാദസ്തുതിയായിട്ട് സന്തോഷിച്ചിരിക്കുന്ന ഒരു ഭാവമാണ്. തൊട്ടപ്പുറത്ത് മഹാദേവനുണ്ട്, കിരാതരൂപിയാണ്. തൊട്ടടുത്ത് തന്നെ ഗോശാലകൃഷ്ണനുമുണ്ട്. മുല്ലക്കിലായിട്ട് കന്നിമുല്ലയിലായിട്ട് ഗണപതിയുണ്ട്. അത് വിദ്യയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ബാലഗണപതിയാണ്. ഒരു 300 മീറ്റർ ഏകദേശം അകലെയായിട്ട് ഒരു ദേവീക്ഷേത്രമുണ്ട്. കൊടലാണിക്കാവ് എന്നാണ് പറയുക. അവിടെ മണ്ഡലകാലത്ത് മാത്രമേ പൂജയുള്ളൂ. അല്ലാത്തത് ഒരു ദിവസം രാവിലത്തെ നേരം മാത്രം നേദ്യമാണ് ഉള്ളത്. അവിടുത്തെ ദേവി വളരെ ശക്തിയുള്ളതാണ്. ഈ അമ്പലത്തിനേക്കാൾ പഴക്കം ആ ക്ഷേത്രത്തിന് എല്ലാവരും പറയുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞങ്ങളുടെ നരസിംഹമൂർത്തിക്ക് കുട്ടികൾ വന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ ഇഷ്ടമാണ്. കാരണം പ്രഹ്ലാദസ്തുതി കേട്ടിട്ട് സന്തോഷിച്ചിരിക്കുന്ന ഭാവമായതുകൊണ്ട് കുട്ടികൾ വന്ന് പ്രാർത്ഥിച്ചാൽ അവർക്ക് അനുഗ്രഹം നൽകുന്നതുമായ ദേവനാണ്. ദുഃഖിതർക്ക് ആശ്രയമരുളാൻ തൂണിലും തുരുമ്പിലും പ്രത്യക്ഷനായ നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഭക്തർക്ക് ലഭിക്കുമെന്നാണ് വിശ്വാസം. 2 തിടപ്പുള്ളി, അകത്ത് കിണർ, ആരും നോക്കിപ്പോകുന്ന ശ്രീകോവിൽ സമുച്ചയം, ഇങ്ങനെ ക്ഷേത്രത്തിന്റെ സ്മാരകങ്ങളായി ഒട്ടനവധി ദൃശ്യങ്ങളുണ്ട്. ക്ഷേത്രത്തിന് കുറച്ച് കിഴക്ക് മാറി കുടലാണിക്കാവ് എന്ന കാർത്യാനി ഭഗവതി ക്ഷേത്രമുണ്ട്. എങ്കക്കാട് ഗ്രാമത്തിലുള്ള 3 സമ്പന്ന ഇല്ലങ്ങളും അന്യം വന്നുപോയി. നിയമങ്ങൾ മൂലാപാട്ടവും കാണവും വരവും നിലച്ചു. ക്ഷേത്രഭരണം മുടങ്ങുമെന്ന അവസ്ഥയായപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥൻ ഓഫീസ് ട്രസ്റ്റിയായി ക്ഷേത്രകാര്യങ്ങൾ നോക്കി വരികയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ക്ഷേത്രത്തിൽ പടുതിരി കത്താൻ തുടങ്ങി. ഇതോടെ ക്ഷേത്രഭരണം ഏറ്റെടുക്കാൻ തട്ടകവാസികൾ മുന്നോട്ട് വന്നു. എൻ്റെ പേര് എൻ.ആർ. മോഹനൻ, ക്ഷേത്രക്ഷേമ സമിതിയുടെ സെക്രട്ടറിയാണ്. കഴിഞ്ഞ 2025 ഫെബ്രുവരി മാസത്തിൽ ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ആലോചിക്കുന്നതിനും ചിന്തിക്കുന്നതിനും വേണ്ടിയിട്ട് 3 ജ്യോതിഷികളെ കൊണ്ടുവന്ന് അഷ്ടമംഗല്യ പ്രശ്നം വയ്ക്കുകയുണ്ട്. അഷ്ടമംഗല്യ പ്രശ്നത്തിൽ ഒരുപാട് ദോഷങ്ങളും ഒരുപാട് പരിഹാരങ്ങളും ജ്യോതിഷന്മാർ നിർദ്ദേശിക്കുകയും അതിൽ പ്രധാനപ്പെട്ട കുറേ എണ്ണം തൊട്ടുള്ള നിറമംഗലം, തിരുവാണിക്കാവ്, മംഗലം, ഉത്തരാളിക്കാവ് തുടങ്ങിയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തണമെന്നുണ്ടായിരുന്നു. ആ വഴിപാടുകൾ നടത്തി. അതേപോലെ തന്നെ തെക്കേമഠം മൂപ്പി സ്വാമിമാർക്ക് വെച്ച് നമസ്കാരം നടത്തണമെന്നും അത് കഴിഞ്ഞ മാസം നടത്തി. അതുപോലെ തന്നെ ഈ നാട്ടിലെ 16 മുത്തശ്ശിമാർക്ക് കാലുകഴിച്ചൂട്ടണം നടത്തണമെന്ന് പറഞ്ഞു, അത് നടത്തി. അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. ഇനി പ്രധാനമായിട്ട് ശിവന് 1000 കുടം കൊണ്ടുള്ള ജലാഭിഷേകം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രേതങ്ങളുടെ വേർപാടുകൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു തച്ചനെ കൊണ്ടുവന്ന് ഇവിടുത്തെ തച്ചിൻ്റെ അളവിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിന് മൂല്യച്യുതി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീകൃഷ്ണ വിഗ്രഹം മാറ്റി സ്ഥാപിച്ച് കലശം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 10-60 ലക്ഷത്തോളം രൂപയുടെ ചെലവ് വരുന്ന പദ്ധതികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തു വരികയാണ്. 1 വർഷത്തിനുള്ളിൽ ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ നരസിംഹമൂർത്തിയുടെ ശ്രീകോവിൽ ചെമ്പോലം മേയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു ഭക്ത കോർമാത്ത് മല്ലികേച്ചി എന്ന് പറയുന്ന ആള് 10 ലക്ഷം രൂപ നമുക്ക് സഹായിച്ചിട്ടുണ്ട്. കൂടാതെ 2 ലക്ഷം 1 ലക്ഷം കുറച്ച് പൈസയും കിട്ടിയിട്ടുണ്ട്. ബാക്കി പോരാത്ത സംഖ്യ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതും ഈ അടുത്ത് തന്നെ ഞങ്ങൾ ആരംഭിക്കും. അങ്ങനെ ചെമ്പോലം മേയുന്ന പ്രവൃത്തി നടത്തണം. ആകെ ഒരു സജ്ജീകരണം നടത്തി അമ്പലത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഐശ്വര്യവർദ്ധന വേണ്ടിയിട്ടുള്ള പൂജകളും കാര്യങ്ങളും നടത്തണമെന്നാണ് സമിതി തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ ഇവിടെ അമ്മമാരുടെ എല്ലാ മാസവും തിരുവോണ ദിവസം, ഇവിടെ തിരുവോണത്തിനാണ് പ്രധാനം. തിരുവോണ ദിവസം നാമം ജപം സഹസ്രനാമം ചെല്ലുന്നുണ്ട്. അതിന് 10-25 അമ്മമാർ വന്നിട്ട് പങ്കെടുക്കുന്നുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന രാമൻകുട്ടി അച്ഛൻ, സെക്രട്ടറി ആയിരുന്ന സുബ്രഹ്മണ്യ അയ്യർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം ഒരു ക്ഷേത്ര സമിതി ഉണ്ടാക്കി. ചെറിയപുറത്ത് ബാലകൃഷ്ണ മേനോൻ, ദാമോദരൻ നമ്പീശൻ, തെക്കേ വാരിയത്ത് അമ്മു വാരസ്യാർ, കുങ്കുമത്ത് കൃഷ്ണൻകുട്ടി നായർ, പാലിശ്ശേരി പരമേശ്വരൻ നായർ, കോർമാത്ത് അച്യുതൻ നായർ, കടമ്പാട്ട് ബാലൻ നായർ എന്നിവർ അന്നത്തെ കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നു. ഞാൻ ഈ ക്ഷേത്രത്തിലെ പുതിയതായിട്ട് ചാർജെടുത്തുള്ള ട്രഷറാണ്. ഞങ്ങൾ പുതിയ കമ്മിറ്റി വന്നിട്ട് വളരെ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ പ്രസിഡന്റ് ഹേമാവതി ചേച്ചി, സെക്രട്ടറി മോഹൻലാൽ നമ്പീശൻ, ഞാൻ ട്രഷറർ, 3 ആൾക്കാരും അതിൻ്റെ കൂടെ തന്നെ ഉപദേശകരായിട്ടുള്ള പഴയ മെമ്പർമാരും ഒരു നല്ലൊരു കൂട്ടം കമ്മിറ്റിയാണ് ഇപ്പോൾ ചാർജ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉത്സാഹമായിട്ടുള്ള പ്രവർത്തനം ആണ്. നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൊണ്ടുനടക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. മഹാഗണപതി ഹോമമാണെന്ന് വെച്ചാൽ അത് ഇതുവരെയുള്ള പരിഹാരക്രിയകൾക്കും എല്ലാത്തിനും എല്ലാ നാട്ടുകാരുടെയും ഭക്തരുടെയും എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം എന്നുള്ളത് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും ഇവിടുള്ള പരിഹാരങ്ങളും നടത്തി കൊണ്ടുപോകാനുള്ള ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നുള്ള നിലയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാവരും, എല്ലാ ഭക്തരും അതുവഴി സഹായിക്കണം. എന്നാൽ നമുക്ക് ഈ അമ്പലവും ഈ ദേശവും നമ്മുടെ ഇന്ത്യക്കാട് ദേശവും എല്ലാ സമ്പദ് സമൃദ്ധിയും ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാ പരിഹാരങ്ങളും കാര്യങ്ങളായി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും അമ്പലത്തിൻ്റെ ബുദ്ധിമുട്ടുകളും എല്ലാം മാറി കിട്ടും. അപ്പോൾ എല്ലാ ഭക്തരും നിരന്തരം വരിക, ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ എത്തുക. എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ കാഴ്ച ശീവേലിയില്ല. ആന എഴുന്നള്ളിപ്പോ, പഞ്ചവാദ്യം, നാദസ്വരം തുടങ്ങിയ വാദ്യങ്ങളോ പതിവില്ല. ക്ഷേത്ര പരിസരത്ത് ആന വരുന്നതും നിഷിദ്ധമാണ്. തുലാമാസത്തിലെ തിരുവോണമാണ് നരസിംഹമൂർത്തിക്ക് പ്രധാനം. നടുക്കം വരുമൊരു നരഹര്യാത്മകം ഘോരരൂപം നോക്കിപ്പോക്കറ്റു ദൈത്യനര നിമിഷമഹോ ദേവതേ സുപ്രഭാതം. ആകാശം മുട്ടി ഞാനിപ്പോൾ നിൽക്കുന്നത് ശിവക്ഷേത്ര സന്നിധിയിലാണ്. കുംഭമാസത്തിലെ ശിവരാത്രി ദിവസം ശിവന് പ്രത്യേക കൂവളമാല, ധാര എന്നീ വഴിപാടുകൾ നടത്തുന്നുണ്ട്. കുംഭമാസത്തിലെ ശിവരാത്രിയാണ് ശിവനായുള്ള പ്രത്യേക ഉത്സവം. ചിങ്ങമാസത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയിൽ പ്രത്യേക പൂജകളും ആഘോഷങ്ങളും നടന്നുവരുന്നു. മിഥുനമാസത്തിലെ പുണർദം നക്ഷത്രത്തിലാണ് എല്ലാ ദേവന്മാരുടെയും പ്രതിഷ്ഠാദിന ആഘോഷം നടക്കുന്നത്. നരസിംഹമൂർത്തിക്ക് പാനക പൂജയാണ് പ്രധാനം. ശിവന് ധാര, കൂവളമാല, നെയ്പായസം എന്നിവയാണ് പ്രത്യേക വഴിപാടുകൾ. ശ്രീകൃഷ്ണന് വെണ്ണ, പാൽപായസം എന്നിവയും, ഗണപതിക്ക് അപ്പവുമാണ് വഴിപാടുകൾ. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എല്ലാ ഹിന്ദു വീടുകളിൽ നിന്ന് എല്ലാവരും രാവിലെ വന്ന് ഈ കുളത്തിൽ കുളിച്ച് ഈറനെടുത്തുകൊണ്ട് ഈ അമ്പലത്തിൽ തൊഴുത് പ്രസാദം വാങ്ങിയിട്ട് എന്നിട്ട് വീട്ടിൽ ചെന്നിട്ടാണ് ഭക്ഷണം പാകം ചെയ്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ അതേപോലെ തന്നെ വിഷു, ഓണം, തിരുവാതിര, ശിവരാത്രി തുടങ്ങിയിട്ടുള്ള പ്രത്യേക 30 വ്യാഴാഴ്ച, 30 തിങ്കളാഴ്ച തുടങ്ങിയിട്ടുള്ള പ്രത്യേക ദിവസങ്ങളിലൊക്കെ ഈ ദേശത്തിലെ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തി പുണ്യം നേടുന്നത് ഒരു പതിവായിരുന്നു. ഇന്ന് നമ്മുടെ കാലത്തിന്റെ മാറ്റവും എല്ലാം കാരണം ഈ കുളത്തിൽ കുളിക്കുന്ന കാര്യം തന്നെ ഭക്തര് മറന്നിരിക്കുകയാണ്. ഭക്തർ തൊഴാൻ വരുന്നുണ്ട്, പക്ഷെ പണ്ടത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇപ്പോൾ ഭക്തരുടെ ഇവിടേക്കുള്ള വരവ്.
മഹിമ പെരുകിടാശം മുട്ടി നിൽക്കും നരഹരിഹരിതാനെന്നുറച്ചാഹിരണ്യൻ വൈകാതെ തച്ചുകൊല്ലാൻ ഗതമതമുടെടുത്തൊട്ടടുത്തപ്പോഴങ്ങും തൃക്കൈ നീട്ടിപ്പിടിച്ചാനവനെ മടിയിലായി കേറ്റിവെച്ചാൻ നഖത്താലാകെ കീറിയിട്ടെടുത്താൻ അവനുടെ കുടലും ദേവതേ സുപ്രഭാതം. കോപം നിൽക്കാതെയോടും ഞാൻ ക്ഷേത്രത്തിലെ രക്ഷാധികാരിയാണ്. ഇതേപ്പറ്റി പറയാനുള്ളത് പ്രത്യേകിച്ച് തീർത്ഥക്കുളത്തിൻ്റെ എൻ്റെ ചെറുപ്പകാലത്ത് ഓർമ്മയിരിക്കുന്ന കാലം മുതൽ ഈ ക്ഷേത്രത്തിൽ എല്ലാ കുട്ടികളും രാവിലെ വന്ന് കുളിച്ച് ഭഗവാനെ തൊഴുത് പ്രസാദം വാങ്ങിച്ച് എന്നിട്ട് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് സ്കൂളുകൾ പോവുള്ളൂ. അതിന് പറ്റുള്ളൂ. വൈകിട്ടാണെങ്കിലും സമയം കിട്ടി കഴിഞ്ഞാൽ ജീവാരണ്യത്തിന് മുമ്പ് വന്ന് തൊഴുത് പ്രസാദം വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകാറുള്ളൂ. അത്രയ്ക്കും നല്ലൊരു കാര്യങ്ങളായി പണ്ട് നടന്നിരുന്നത്. ഇന്നത്തെ കാലത്തൊന്നും ഇല്ല. നമ്പീശൻ പറയുന്ന മാതിരി വീടുകളിൽ ബാത്റൂമായി സമയക്കുറവ് എല്ലാം കൊണ്ട് കുളി കുറവാണ് ക്ഷേത്രത്തിൽ വന്നിട്ട്. പിന്നെ ഈ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും പല അനുഭവങ്ങളുണ്ട്. അത് അനുഭവങ്ങൾ എല്ലാവർക്കും അറിയാം. എങ്ങനെയൊക്കെയാണ് അത് കിട്ടിയിട്ടുള്ളത്. ആവില്ലെന്നാലും ഏതോ ചിലതിവളറിവില്ലാതെ ഇങ്ങോതിയല്ലോ ആവിർമോദം കൃപാബ്ധേ പിഴകളഖിലവും വത്സലത്വാൽ പൊറുത്തിപ്പാവത്തെ കാത്തുരക്ഷിപ്പതിന് കനിയണേ ദേവതേ സുപ്രഭാതം. തിരുവോണ നാളിൽ നമ്മുടെ എനി ടൈം ന്യൂസിൽ പ്രത്യേക പരിപാടികൾ നല്ലോണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ്, എ കമ്പനി വയർ സ്റ്റീൽ ഗെറ്റ് ഷേപ്ഡ്. ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ, ആതുര സേവന രംഗത്ത് മികച്ച സേവനങ്ങളുമായി. റിച്ച് വാല്യൂ കുറീസ് വടക്കാഞ്ചേരി, ചെറിയ നിക്ഷേപത്തിലൂടെ വലിയ സമ്പാദ്യം. റയാൻ ജ്വല്ലറി, കാലം തീർത്ത കനകവിശുദ്ധി. ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ, 24 മണിക്കൂറും ആംബുലൻസ് സർവീസ്. ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ. ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ, വാഴാനി റോഡ്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 8547024222.